ഭരണഘടനാനുസൃതമായിരിക്കുന്ന നീതികളെ പിടിച്ച് സത്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ മകന് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പോകുന്നുവെങ്കിൽ ഞാൻ ഭരണഘടനയെ അതിക്രമിക്കുന്നു. ഞാൻ ഈ മകൾക്കൊരു കാര്യം ചെയ്തു കൊടുക്കാൻ പോകുമ്പോൾ ഭരണഘടനയ്ക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ പോകുന്നു. ഇത് നാളെ മറ്റൊരാൾ കീഴ്വഴക്കമായി പിന്തുടർന്നു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സ്വത്വം തന്നെ പോകുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് പറയണമെങ്കിൽ അയാൾക്ക് വേണ്ടത് വൈചാരിക വിദ്യാഭ്യാസമല്ല, വൈകാരിക വിദ്യാഭ്യാസമാണ്. ഇതെൻ്റെ ആശ്രിതനാണ്. നാളെ എനിക്ക് പല കടമ്പകളും കടക്കാനുണ്ട്. ഈ ആശ്രിതനെ സംരക്ഷിച്ചുവെങ്കിൽ മാത്രമേ ഞാൻ നാളെ ഈ കടമ്പ കടക്കുകയുള്ളൂ. അതുകൊണ്ട് ആശ്രിതന്മാർക്ക് കിട്ടുന്ന ഔദാര്യത്തിൻ്റെ പേരിലാണ് ഭക്തി കൂടുന്നതും ആശ്രിതന്മാരുടെ എണ്ണം കൂടുന്നതും. ഞാനവിടെ ചെന്നു, എനിക്ക് കുട്ടിയുണ്ടായി. ഞാനവിടെ ചെന്നു, എനിക്ക് വീട് വന്നു. ഞാനവിടെ ചെന്നു, അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം മുകളിലേക്ക് വിളിച്ചു പറഞ്ഞു, എനിക്ക് ഇന്ന കാര്യം സാധിച്ചു. ഞാൻ അവിടെ ധ്യാനത്തിന് പോയി. ഞാൻ കമ്മ്യൂണിസ്റ്റായിരുന്നു. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി യൂണിയനിൽപ്പെട്ട ആളായിരുന്നു. ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഒരു ജീവനക്കാരനായിരുന്നു. എനിക്ക് കള്ളുകുടിയും മറ്റു കുഴപ്പങ്ങളുമൊക്കെ വന്ന് എൻ്റെ എല്ലാം സ്വത്ത് നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ എല്ലാം നഷ്ടപ്പെട്ട ഞാൻ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് പോകേണ്ടി വന്നു. എൻ്റെ ഭാര്യയുടെ മുറിയിലിരിക്കുന്ന ഒരു പടം കണ്ടിട്ട് ഭാര്യയ്ക്ക് ആകർഷണം തോന്നിയതിൻ്റെ പേരിൽ ആ പടം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിക്കുകയും കൂട്ടുകാരി കൊടുത്തതായി ഞാൻ ഇത്ര കാലമായി പ്രാർത്ഥിക്കുന്നു എന്ന് പറയുകയും ചെയ്തതിൻ്റെ പേരിൽ ഞാൻ ആ പടം ഇരിക്കുന്ന ഒരു ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. ഞാൻ കടം കൊണ്ട് കുടികെട്ടി നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ ഒരു മന്ത്രി വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൾക്ക് BSc നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടി, എനിക്ക് ബാങ്കിൽ നിന്ന് ലോൺ കിട്ടി, എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല, എനിക്ക് കൃഷ്ണനെ പൂജിച്ച് ഞാൻ കുറേ കാലം, കൃഷ്ണൻ എനിക്ക് ഒന്നും തന്നില്ല, ഞാൻ ശിവനെ പൂജിച്ചു കുറേ കാലം, ഒന്നും തന്നില്ല. ഇങ്ങനൊരു കാസറ്റ് കേരളത്തിൽ ഓടുന്നുണ്ട്. അതിപ്രഗത്ഭനായൊരു വ്യക്തി കേരളം ഉടനീളം പ്രസംഗിച്ച് നടക്കുകയും കാസറ്റുകൾ അവർ തന്നെ വിൽക്കുകയും ചെയ്യുന്ന ഒരു തലമാണിതുള്ളത്. ഇത് വിജിലൻസ് അറിയാതിരിക്കുമോ ഈ കാസറ്റിനെ കുറിച്ച്? ഒരു പോലീസ് ഓഫീസർ അവൻ്റെ മതത്തിനെതിരായി ഒരു ദുഷ്ടതയെ പിടിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ്റെ മതത്തിനെതിരായിട്ടാണ് ആ വാക്ക് വരുന്നത് എങ്കിൽ അവൻ പുറത്തിറങ്ങിയിട്ട് ആദ്യം തന്നെ അവൻ്റെ മതത്തിൽപ്പെട്ട ഉന്നതന്മാരെ വിളിച്ചിട്ട് പറയും, നിങ്ങളൊന്നും ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നിങ്ങൾ ഉടനെ തന്നെ രംഗത്ത് വരേണ്ടതാണ്. കാരണം ഇത് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ നാളെ നിങ്ങൾക്കിവിടെ അസ്തിത്വം ഉണ്ടാവില്ല, അപ്പുറത്ത് പിടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനൊരു സങ്കീർണമായ സമസ്യയോട് കൂടിയതാണ് ഇന്ത്യ. വൈകാരികമായ ധ്രുവീകരണത്തിനും ശുദ്ധ വൈകാരികതയുടേതല്ല, അശുദ്ധമായ വൈകാരിക ധ്രുവീകരണത്തിനും മതസർജനത്തിനും ഇടയാക്കുകയും തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുവാൻ ആളുകൾ കൂടുകയും ആ തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ആളുകൾ സംഘടിതമായി വരുന്നതിലൂടെ ജനജീവിതം ദുസ്സഹമായി തീരുകയും ചെയ്യുവാൻ ഇടയുണ്ട്. ഒരു നാട് നന്നാകുക, അവിടുത്തെ ജനത നന്നാകുക, അത് മതേതരമായി നന്നാവുക എന്ന് വന്നാൽ അതിനാകെ നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ഭരണഘടനയ്ക്ക് അനുസൃതമായി മര്യാദാമസൃണമായി തെറ്റ് ചെയ്യുന്നവൻ ആരായിരുന്നാലും ശിക്ഷിക്കപ്പെടണമെന്ന നിയമത്തിൽ അവൻ്റെ എന്താണെന്ന് കൃത്യമായി രേഖപ്പെടുത്തുവാൻ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് കഴിയുക എന്നുള്ളതാണ്. അവിടെ വൈകാരിക വിദ്യാഭ്യാസം ശുദ്ധമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ വൈകാരികമായ അസന്തുലിതാവസ്ഥകൾ വരുന്ന, വൈകാരിക നീചതകൾ വരുന്ന, സ്വന്തം വൈകാരികതയെ ശുദ്ധീകരിക്കാത്ത തലങ്ങളിൽ വരുമ്പോൾ ലോകത്ത് മതവും ജാതിയും വർഗവും വർണ്ണവും ഇല്ലാതെ ആളുകൾ കൂടും.